നിങ്ങൾ രോഗികളായിട്ട് വന്നിട്ടുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടിട്ടേ മരുന്ന് വാങ്ങാവൂ. മരുന്നുകൾ വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് മാത്രം രോഗം മാറില്ല. 80% രോഗികളും ബന്ധുക്കളും ലോകബോധ്യത്തിനാണ് ചികിത്സിക്കാൻ ഇറങ്ങുന്നത്, ആവശ്യത്തിനല്ല. പ്രയത്നിക്കാത്ത ധനം, അതിന് മൂല്യമില്ല. വികലമായ വിദ്യാഭ്യാസം, കോമൺ സെൻസ് ഇല്ലാത്തത്. ഇതാണ് മുഖമുദ്ര. രോഗങ്ങൾ ഉണ്ടാകുന്നത് ധൃതി, സ്മൃതി, വിഭ്രംശമായിട്ടാണ്. അത് വിഭ്രംശമാകുന്നത് ജീവിതക്രമത്തിൽ ഇരിക്കാം, ഇങ്ങോട്ട് കയറിയിരിക്കാം. നിൽക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഏകാഗ്രത പോകും, ഇങ്ങോട്ട് കയറിയിരിക്കാം. ഇവ വിഭ്രംശമാകുന്നതിന് കാരണം 10 പാപങ്ങളാണ്. ഏത് കർമ്മവും നിങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടാണ് മറഞ്ഞു പോകുന്നത്. ഒരു കർമ്മം ചെയ്തിട്ടത് മായ്ച്ചാലും തീർത്താലും അതിൻ്റെ പാത മായുകയില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടർ പോലെ. അത് റീസൈക്കിൾ ബിന്നിൽ കിടക്കും. അവിടുന്ന് മാറ്റിയാൽ ഹിസ്റ്ററിയിൽ പോയി കിടക്കും. അവിടുന്ന് തുടച്ചു നീക്കിയാൽ ഏറ്റവും അവസാനം ഹാർഡ്വെയറിലെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 3 ശാരീരിക പാപങ്ങളും 4 വാചിക പാപങ്ങളും 3 മാനസിക പാപങ്ങളും ആകുന്ന പാപങ്ങൾ ചെയ്യരുത്. ചെയ്തതിന് പശ്ചാത്തപിക്കണം. ഹിംസിക്കരുത്. ആരെ ഉപദ്രവിക്കുമ്പോഴും ഉപദ്രവിക്കാൻ പോകുന്നവൻ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഉപദ്രവം ഭാവന ചെയ്ത് അവൻ അനുഭവിക്കണം. അവ ബ്രെയിനും സെൻസോറിയവും ന്യൂറോണിയവും മോട്ടോറിയവും ഡക്റ്റിലസ് ഹോർമോണുകളും പങ്കെടുക്കുന്ന ഒരു ഭാവാത്മക തലത്തിൽ തൻ്റെ അനുഭവമായി കഴിഞ്ഞതു മാത്രമേ വേറൊരുത്തനോട് ഉപദ്രവമായി ചെയ്യാൻ പറ്റൂ. ആ ശിക്ഷയുള്ളിടത്തോളം കോടതികളൊക്കെ നിസ്സാരമാണ്. ഹിംസിക്കരുത്, കക്കരുത്, എൻ്റെ അല്ല എന്ന് തോന്നുന്ന ഒന്നും സ്വന്തമാക്കരുത്. അന്യൻ്റെത് കയ്യിലാക്കാൻ, ചിരിച്ചുകൊണ്ട് കയ്യിലാക്കാനുള്ളതാണ് MBA. രോഗമിന്ന് ആ രംഗത്താണ് ഏറ്റവും കൂടുതൽ. മറക്കരുത്. സ്ത്രീ പുരുഷ ബന്ധം ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. പ്രായപൂർത്തിയെത്തി മര്യാദാമസൃണമായി മാത്രം ചെയ്യേണ്ടതാണ്. ആധുനിക രോഗങ്ങളുടെ വിളഭൂവിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മര്യാദ കെട്ട ലൈംഗിക വിചാരങ്ങളും വികാരങ്ങളുമാണ്. കല, സാഹിത്യം, സീരിയൽ, സിനിമ, നാടകം, നോവൽ, ചെറുകഥ, പരസ്യങ്ങൾ, എണ്ണമറ്റ പരസ്യങ്ങളെല്ലാം വികൃത ലൈംഗികതയുടേതാണ്. വെബ്സൈറ്റുകൾ ഏതാണ്ട് നല്ലൊരു ശതമാനം. ലൈംഗിക വിചാരമുണ്ടാകുമ്പോൾ തന്നെ പുരുഷനിലും സ്ത്രീയിലും ശരീരം ചൂടാവും.
മൂത്രമൊഴിക്കുന്ന മാർഗത്തിൽ നിങ്ങളുടെ ഓജസ് തുള്ളികുത്തിയെത്തും. സ്ത്രീകളിൽ പലപ്പോഴും അവരിലെ പുരുഷ ബീജവും സ്രവിക്കും. അത് സംയോജിക്കുമ്പോൾ ഫൈബ്രോയിഡുകളും സിസ്റ്റുകളും മാരകങ്ങളായ രോഗങ്ങളും ഉണ്ടാവും. പൗരാണിക സ്ത്രീകൾ മര്യാദാമസൃണമായി ജീവിച്ചപ്പോൾ ഉണ്ടാകാത്ത ഇവയെല്ലാം ഇന്ന് ആധുനിക ആക്ടിവിസ്റ്റുകളുടെ പിന്നാലെ പോയ സ്ത്രീകളുടെ ദുരന്ത ജീവിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിച്ച് മാത്രം മാറ്റാൻ ഓടരുത്, സർജറി ചെയ്ത് മാത്രം മാറ്റാൻ ഓടരുത്. മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിച്ചേ മാറുള്ളൂ. കുശുമ്പ് പറയരുത്. ആരോഗ്യമുള്ള വാക്ക് പ്രസന്ന മധുരവും ചിന്തോദ്ദീപകവും സത്യവും അനുദ്വേഗകരവും പ്രിയവും ഹിതവും ആയിരിക്കും. നിങ്ങൾ അനുകരിക്കുന്ന നേതാക്കന്മാരുടെയും മതനേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ വാക്ക് ജനതയുടെ ആരോഗ്യം കെടുത്തുന്ന മെറ്റഫർ ഉള്ളതാണ്. വാർത്ത എന്ന പേരിൽ കാണിക്കുന്ന അവലോകനം മുഴുവൻ ജനതയുടെ ആരോഗ്യം കളയുന്നതാണ്. കുശുമ്പരുത്, പരുഷമരുത്, അനൃതം കെട്ടിച്ചമച്ച് പറയുന്നതരുത്, അന്യർ കലഹിക്കുമാറ് വർത്തമാനം പറയുന്നതരുത്. നിങ്ങൾ ചെന്ന് കയറിയ വീടുകളിൽ, നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വയസ്സെത്തുമ്പോഴേക്ക് അൾസീമേഴ്സ്, മോട്ടോർ ന്യൂറോണൊക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. കാരണം നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ കോശങ്ങളും തമ്മിലുള്ള ബന്ധം ആ ചെയ്യുന്ന ചെയ്തി കൊണ്ട് വേർപെടും. ഓഫീസറെയും കീഴ്ജീവനക്കാരനെയും തമ്മിൽ അടിപ്പിക്കുമ്പോൾ, അച്ഛനെയും മക്കളെയും തമ്മിൽ അടിപ്പിക്കുമ്പോൾ അതുപോലെ ബന്ധമുള്ള നിങ്ങളുടെ ശാരീരിക നിലയ്ക്ക് മാറ്റം വരും. അതുകൊണ്ട് ദയവായി തമ്മിൽ അടിപ്പിക്കരുത്. രോഗം മാറണമെങ്കിൽ 4 വാചിക പാപങ്ങളരുത്, 3 മാനസിക പാപങ്ങളരുത്. അന്യൻ ആപത്ത് വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. നിങ്ങളിലെ രോഗികൾക്ക് രോഗം കൂടുന്നത് നോക്കിയാൽ ഏത് ആശുപത്രിയിൽ പോയിരിക്കുമ്പോഴും വേറൊരു രോഗി വരുമ്പോൾ എങ്ങനെയാ കുറവുണ്ടോയെന്ന് ചോദിക്കും. കുറവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം വരും. എന്നെപ്പോലെ തന്നെ ആയല്ലോ, ആ രോഗം മാറൂല. കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം വരും. ലോകം ആനന്ദിക്കാൻ ആഗ്രഹിക്കണം. വേണ്ടത് അല്ലാത്ത ഒന്നും ആഗ്രഹിക്കരുത്. ദുരാശ അരുത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻഷുറൻസ് ഒക്കെ വന്നപ്പോൾ രോഗം കൂടുകയാണ്. ദുരാശ കൂടിയത് കൊണ്ടാണ്. ഓരോ ദുരാശയിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. ഓരോ ദുരാശയിലും ഡക്റ്റിലസ് ഹോർമോണുകൾ മാറി മറിയും. ഓരോ ദുരാശയും ഉപാപചയ പ്രവർത്തനത്തെ മാറ്റിമറിക്കും. ഒരു കാര്യത്തിൽ ആശ ജനിച്ചാൽ വിശപ്പില്ലാതാവും. സമയത്ത് ആഹാരം വേണ്ടെന്ന് തോന്നും. അൾസറും അൾസറേറ്റീവ് കൊളൈറ്റിസും ഒക്കെ ഉണ്ടാവും. ദുരാശയുള്ള തൊഴിൽ മേഖലകളിൽ ടാർഗറ്റ് ഒപ്പിക്കാൻ ഓടുന്നവരെല്ലാം രോഗികളാണ്. ദുരാശയുടെ കേന്ദ്രമായ ഷെയർ മാർക്കറ്റിൽ രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരാളില്ല. നല്ല പോലെ ആലോചിച്ചോ. ദുർവിപര്യവുമരുത്. രോഗവും വിഷമമൊക്കെ വന്നു, ഡോക്ടർമാരെ കണ്ടും ജ്യോതിഷികളെ കണ്ടും നെറ്റിൽ കയറിയും നെഗറ്റീവായി മാറുകില്ല എന്ന് റിപ്പോർട്ട് ശേഖരിക്കുകയാണ്. അതിനായി വന്നിരിക്കുന്നത്.
കൂടെ വന്നിരിക്കുന്നവർ പറയും ഏഷ്യയിൽ ഒന്നാമനെ കണ്ടു മാറുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഭിഷഗ്വരനോ ജ്യോതിഷിയോ പറഞ്ഞാൽ അവൻ ആ രോഗിക്ക് മേൽ തെറ്റായ കയ്യാങ്കളി നടത്തുന്നുണ്ടെന്ന് തീർച്ചയാണ്. 16 ദിവസം കൊണ്ട് മരിക്കുമെന്നൊരു രോഗിയെ നോക്കിയൊരു ഭിഷഗ്വരൻ പറയുന്നുണ്ടെങ്കിൽ അയാൾ സ്ലോ പോയിസൺ മരുന്നായി കൊടുത്തിട്ടുണ്ടെന്ന് നിശ്ചയമാണ്. കാരണം ആ സിദ്ധി അയാൾക്കുണ്ടാകാനാണ്. ഇപ്പുറത്തയാൾ കാരുണ്യം കാണിക്കുന്നത് ലോകരുടെ മുമ്പിൽ താൻ സിദ്ധനാകാൻ മാത്രമാണ്. മരണം പ്രവചിക്കുന്ന ഒരുത്തനും ഭിഷഗ്വരനല്ല. മരണം പ്രവചിക്കുന്നുണ്ടോ കഴിക്കുന്ന മരുന്നുകൾ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയന് വേറൊരു ഭിഷഗ്വരനെ കാണിച്ചിരിക്കണം. ആ രംഗത്ത് അതികായനായ മറ്റൊരു ഭിഷഗ്വരനെ കാണിക്കണം. ഇതൊക്കെയാ കഴിക്കുന്നത്. പറ്റിയില്ലെങ്കിൽ ആ മരുന്ന് കമ്പനിയുടെ മെഡിക്കൽ റെപ്പിനോട് സ്നേഹത്തിൽ ചോദിക്കണം ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്. അതാണ് കൃത്യമായി നിങ്ങളെ മരണത്തിലെത്തിക്കുന്നത്. അല്ലാതെ മരണം പ്രവചിക്കാൻ ഇതുവരെ ശാസ്ത്രം വികസിച്ചിട്ടില്ല. ഒട്ടുമില്ല. നടന്നു പോകുമ്പോൾ ആ ജ്യോതിഷിയെ കൂടെ കൂട്ടിയിട്ട് അവന്റെ മുട്ടുകാല് നോക്കി ഒരു അടി കൊടുക്കുക. അടി കൊടുത്തിട്ട് ചോദിക്കുക ഇത് വരുമെന്ന് അറിയാൻ മേലായിരുന്നു, ഒന്ന് മാറി നടക്കാൻ മേലായിരുന്നു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, പലതും നടന്നിട്ടുമുണ്ട്. അത് നടത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് അത്രയൊക്കെ കഴിവായി കഴിഞ്ഞാൽ ഇത്രയൊന്നും കഴിവില്ലായിട്ടുള്ള അഹങ്കാരം തന്നെ ഭൂമിയിൽ സഹിക്കാൻ വയ്യ. Am I right? അഹങ്കാരിയായി മനുഷ്യന്റെ കയ്യിലേക്ക് ലോകത്തിന്റെ ഉത്തരവാദിത്വം വിവരമുള്ള ഏതെങ്കിലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്വന്തം ജീവിതം അവനവന് തീരുമാനിക്കാൻ മേലാത്തതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലായി അറിയാം ജ്യോതിഷത്തിൽ. അത് റൈറ്റാണ്. അത് മരണമൊന്നുമല്ല. മനസ്സിലായില്ല? സ്റ്റാറ്റിസ്റ്റിക്സിന് ചില ഗുണങ്ങളുണ്ട്. അത് സാധ്യതയുടെ ശാസ്ത്രമാണ്, പ്രോബബിലിറ്റി. അത് ജ്യോതിഷത്തിനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ശാസ്ത്രമാണെങ്കിൽ ജ്യോതിഷവും ശാസ്ത്രമാണ്. പക്ഷെ അത് ഇതിനുള്ളതല്ല. ചോദിച്ചുകൊണ്ട് അത്രയും പറഞ്ഞതാണ്. കവടി വാരി വെച്ച് മുമ്പിൽ വന്നിരിക്കുന്നവന്റെ മരണം പറയാനുള്ളതല്ല ഈ സാധനം. അറിയാം എങ്കിൽ ഒരുത്തന് തപസ്സുകൊണ്ട് അറിയുന്നത്. അറിഞ്ഞാൽ അവനോട്ട് പറഞ്ഞ് വിഷമിപ്പിക്കുകയില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് പറയുന്നവൻ ശുദ്ധമൂഢനാണെന്ന് തന്നെ കരുതണം. മനുഷ്യോപകാരപ്രദമല്ലാതെ പറയുന്നവന്റെ പുറകെ പോയിട്ട് എന്താ കാര്യം? സ്വന്തം ജീവിതം കളയാൻ. അതൊക്കെ നിർത്തിയേക്കണം. കഴിക്കുന്ന ആഹാരം സൂക്ഷിക്കണം. ലോകം അന്നമാണ്. സീരിയലുകൾ, സിനിമകൾ ഒക്കെ കണ്ടേച്ച് മരുന്ന് കഴിക്കരുത്. 1960കളിൽ കേരളത്തിൽ ക്യാൻസർ ഇല്ലെന്ന് ഓർക്കണം. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. സിനിമ കൊട്ടയിൽ പാളിയിൽ ധാരാളം ക്യാൻസർ ഉണ്ട് നായകനും നായികയ്ക്കും. റിയലിസ്റ്റിക് സാഹിത്യത്തിന്റെ ആഗമനത്തോടെ അന്ന് തുടങ്ങിവെച്ച സിനിമയിൽ സത്യനും രാഗിണിയും നർഗീസും മിസ്കുമാരിയുമൊക്കെ ക്യാൻസറുള്ള രോഗികളെ അഭിനയിച്ച് ഫലിപ്പിച്ചപ്പോൾ പിന്നീട് അവരൊക്കെ മരിച്ചത് ക്യാൻസർ ഒന്നാണ്. അന്ന് കൊട്ടകയിലിരുന്ന് കരഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ഭാവി ജീവിതത്തിലും അവരുടെ മക്കളുടെ ജീവിതത്തിലും പിന്നീട് ക്യാൻസർ ഉണ്ടായത്. കേരളത്തിലെ പണിയിടങ്ങളിൽ പണിക്ക് വരുന്നവന് പുകയിലയും, അതായത് മുറുക്കാനും ബീഡിയും സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിനും അടിയന്തരത്തിനും ബീഡിയും സിഗരറ്റും മുറുക്കാനും ഉണ്ടായിരുന്നു. മരിച്ച വീട്ടിൽ പോയത് പുകയിലയായിട്ടാണ്. എന്നിട്ടൊന്നും ഉണ്ടാകാത്ത ഈ സാധനം
ഒരറിവായി നിങ്ങളുടെ തലച്ചോറിൽ വരികയും ആ അഭ്രപാളിയിൽ കണ്ടത് നിങ്ങൾക്കാണെന്ന് തോന്നി കണ്ണീരൊഴുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സീരിയലും സിനിമയൊക്കെ തെരഞ്ഞെടുത്ത് കാണണം ആരോഗ്യം വേണ്ടവൻ. വെറുതെയല്ല ഭാര്യ, കഥയല്ല ഇത് ജീവിതം, ഇതൊക്കെ കണ്ട് മുടിയരുത്. അത് കാണുന്നവർ മരുന്ന് കൊണ്ടുകൊണ്ട. കുട്ടികളുള്ള വീടുകളിൽ പോകോയും കൊച്ചു ടിവിയും ഓൺ ചെയ്യരുത്. ഷൂവിനകത്ത് ചായ തിളപ്പിച്ച് കുടിക്കുക, സോക്സിനകത്ത് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ട് നടക്കുക, വീട്ടിൽ മാന്യന്മാരിയ്ക്കുമ്പോൾ ഓടി വന്ന് മേശപ്പുറത്ത് ചാടിക്കയറി കൊച്ചു നിക്കറൂരി കീശ്വാസം ശബ്ദായമാനമായി വിടുക, വന്നവൻ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ സ്മാർട്ടാണെന്ന് പറയുക, 8ാം ക്ലാസ് ആകുമ്പോഴേക്കും മാനിയാക് ഡിപ്രഷനും ബൈപ്പോളാറും ഒക്കെയായി കുഞ്ഞുങ്ങളെല്ലാം മാനസിക രോഗികളാകുക. ഇതൊക്കെ നിങ്ങളുടെ സാഹിത്യത്തിൻ്റെയും കലയുടെയും സംഭാവനയാണ്. ലോക അന്നമാണ്, പ്രാണനന്നമാണ്. വീടിൻ്റെ ചുറ്റുപാടും വീടിനകവും ആ വായു ശുദ്ധമല്ലെങ്കിൽ ശ്വസിക്കുന്നത് അതാണെന്ന് ഓർക്കണം. കക്കൂസൊക്കെ വൃത്തിയാക്കി ഇടണം, തുണികൾ നനച്ചിടണം അന്നു തന്നെ, എല്ലാം കൂട്ടി വയ്ക്കരുത്. അയൽവക്കംകാരുമായി ചേർന്ന് ഓടകളൊക്കെ വൃത്തിയാക്കണം, അതിൽ നിന്ന് മലിനജലം വരരുത്, വായു മലിനമാകരുത്. ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പ്, ഈ ജനാധിപത്യ രാജാക്കന്മാരും പ്ലാനിംഗ് കമ്മീഷനും ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയെ സന്ദർശിച്ചിട്ടുള്ള അനേകം വിദേശ സഞ്ചാരികളുണ്ട്. ഇന്ത്യയുടെ ആരോഗ്യത്തെ അന്ന് മാതൃകയായി അവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇബനു ബത്തൂത്തയും മറ്റും വായിച്ചു നോക്ക്. അത് ജനങ്ങളാണ് ആരോഗ്യം ഉണ്ടാക്കിയത്. ഇതെല്ലാം ജനാധിപത്യ ഗവൺമെന്റിന്റെ മേൽ തള്ളിവെച്ച് അവകാശങ്ങൾ മാത്രമായി ജീവിക്കുന്ന വിവരദോഷികൾക്ക് അവൻ ജീവിക്കുന്നിടത്ത് ആരോഗ്യം ഉണ്ടാവില്ല. അതിന് മരുന്ന് മേടിച്ച് തൊലയരുത്. പരിസരം മലിനമാകാതെ നോക്കണം. അന്തരീക്ഷം ഒരുപാട് രോഗം ഉണ്ടാക്കും, അത് പ്രാണൻ വഴിയാണ്. മനസ്സ് വികലമാകാതെ നോക്കണം, വിചാരങ്ങൾ ശുദ്ധമായിരിക്കണം. ബുദ്ധിയും വികലമാകാതെ നോക്കണം. അവനവന്റെ ഉള്ളിൽ കത്തുന്ന ജഡരാഗ്നി മുതൽ ഉള്ള അഗ്നിയും കഫവും അഗ്നിസോമങ്ങൾ ആഹാരമാണ്, അത് നന്നായിരിക്കണം. ഈ 6 എണ്ണം നന്നായി കഴിഞ്ഞാൽ കഴിക്കുന്ന ആഹാരം നന്നാകണം. അലുമിനിയം, ഹിൻഡാലിയം, നോളിയം, സ്റ്റീൽ പാത്രങ്ങളിൽ പാകം ചെയ്യുമ്പോൾ അടപ്പിൽ തട്ടി അകത്തേക്ക് വീഴുന്ന ആവി അതുമായി ചേർന്ന് പിഴുകി രാവിലെ വെച്ചത് വൈകുന്നേരമാകുമ്പോൾ വളിക്കും. കലത്തിലും കൽച്ചട്ടിയിലും ഉണ്ടാക്കുമ്പോൾ ആവി കലമ്പത്തിൻ്റെയും കൽച്ചട്ടിയുടെയും ബോഡി വലിച്ച് പുറത്തു കളയും. പ്രിസർവ്ഡ് ആയിരിക്കും. പഴയ അമ്മമാർക്ക് ഇത് അറിയുമായിരുന്നു. പുത്തൻകൂറ്റുകാരായ ഈ പെണ്ണുങ്ങൾ വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി വിവരദോഷം കൊണ്ട് തിളങ്ങുന്ന ഈ പാത്രങ്ങൾ പൊട്ടാത്തവ ഏകാഗ്രതയില്ലാതെ ഉണ്ടാക്കാൻ മേടിച്ചു കൊണ്ടുപോയതിൻ്റെ പരിണത ഫലമാണ് ഇന്നത്തെ പല രോഗങ്ങളും. അതിൻ്റെ 2ാം ഭാഗം അലുമിനിയത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അത് ചോറാണെങ്കിൽ അലുമിനിയം ഓക്സൈഡ്, വാളംപുളിയും കുടംപുളിയും ഒക്കെ ആകുമ്പോൾ അലുമിനിയം ക്ലോറൈഡ്, ക്ലോറൈറ്റ്, സൾഫേറ്റ്, സിട്രേറ്റ് ഒക്കെ ഉണ്ടാവും. അലുമിനിയത്തിൻ്റെ എല്ലാ സോൾട്ടിനും ട്യൂമർ ആക്ടിവിറ്റി ഉണ്ട്, മലബന്ധവും ഉണ്ടാക്കും. അലുമിനിയം വീട്ടിൽ കയറ്റരുത്. കത്തി സൂക്ഷിക്കണം. മലിഗ്നൻസി ഉണ്ടാക്കുന്ന, കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന കത്തികൾ വാങ്ങരുത്. ഫ്രിഡ്ജിലും ഫ്രീസറിലും വെച്ചത് കഴിക്കരുത്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ കൊണ്ട വിതച്ച ഗൊണേറിയയും സിഫിലീസും സൂര്യന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അണുക്കൾ വളർന്നില്ല. ഇവിടെ മരുന്ന് കച്ചവടം നടക്കുന്നില്ലെന്ന് കണ്ട പാശ്ചാത്യൻ ഇന്ത്യൻ ഗവേഷക പ്രമാണിമാരെയും ഭിഷഗ്വരന്മാരെയും ഗവൺമെന്റിനെയും കൂട്ടുപിടിച്ച് പതോളജി ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് പാചകം ചെയ്ത ഭക്ഷണം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന നിലയുണ്ടാക്കിയപ്പോൾ സൂര്യനിൽ നിന്ന് അകന്ന ഈ ഭക്ഷണങ്ങളിലാണ് എല്ലാ ബാക്ടീരിയകളും വളരുന്നത്, എല്ലാ അമീബകളും വളരുന്നത്, എല്ലാ വൈറസുകളും വളരുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജും ഫ്രീസറും AC-യും എല്ലാം അണുനാശകമാണെന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റിയേക്കണം. ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിച്ച് അതിനകത്ത് വെച്ചതൊക്കെ നോക്കണം, എന്നിട്ട് തീരുമാനിക്കണം. അല്ലാതെ അന്ധമായി അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കരുത്. മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കരുത്. സ്യൂഡോമോണലെ കടത്തിവിട്ട പാല് തിളപ്പിച്ച് മൈക്രോസ്കോപ്പിൽ നോക്കുക, ചാവില്ല. അതുകൊണ്ട് അണുക്കൾ ചാവില്ലാത്ത അതും ഉപയോഗിക്കരുത്. മൈദ തുടരുത്. ഗോതമ്പിന്റെ തവിടുമുമിയും കളഞ്ഞ് അലോക്സാൻ എന്ന സോഫ്റ്റ്നർ ചേർത്താണ് മൈദ വരുന്നത്. മൈദയിൽ മാത്രമല്ല
നിങ്ങളുടെ അരിപ്പൊടി, പുട്ടുപൊടി, ഇഡലിപ്പൊടി എല്ലാം സോഫ്റ്റ്നർ ചേർന്നതാണ്. സോഫ്റ്റ്നർ നിങ്ങളുടെ പിറ്റ്യൂട്ടറിയെ ബാധിക്കുന്നതും ബീറ്റാകോശങ്ങളെ കൊല്ലുന്നതും കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹമുണ്ടാക്കുന്നതും പിറ്റ്യൂട്ടറി അഡിനോമ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ തുടങ്ങിയ രോഗങ്ങൾ ബ്രെയിനിൽ ഉണ്ടാക്കുന്നതും പണ്ടില്ലാത്തത് ആണ്. അതെല്ലാം തിന്നുകൊണ്ട് മരുന്ന് കഴിക്കരുത്. വളരെ ശ്രദ്ധിക്കണം. മൈദയ്ക്ക് ഒരുപാട് അവതാരങ്ങളുണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവ പിന്നെയും ഉപയോഗിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന LT പെരുങ്കായം 30% മൈദയാണ്. മനസ്സിലായില്ല? കായം വാങ്ങിക്കാറുണ്ടോ? കൂടിനകത്ത് കായം വാങ്ങിക്കാറുണ്ടോ? ഇന്ന് വീട്ടിൽ ചെന്ന് ആ കൂടെടുത്ത് നോക്കുക. അതിലെഴുതിയിട്ടുണ്ട് മൈദ 30%. കമ്പനി തന്നെ പറയുന്നുണ്ട് ഇത് 30% മൈദയാണ്, കായമല്ല. ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് സാധനമുണ്ട്. ബ്രെഡ്, ബണ്ണ്, കേക്ക്, ബിസ്ക്കറ്റ്, റസ്ക്, നൂഡിൽസ്, സേമിയ, അടപ്രഥമനുള്ള അട, വീട്ടിൽ വറക്കുന്ന കൊണ്ടാട്ടങ്ങളൊക്കെ മൈദയാണ്. പൊറോട്ട മൈദയാണ്. അതുകൊണ്ട് മൈദ എന്ന് പറയുമ്പോൾ മൈദയായിട്ട് മേടിക്കാതിരുന്നിട്ട് ഇതൊക്കെ മേടിച്ച് കഴിച്ചാലും ഫലം അത് തന്നെയാണ്. ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ആരോ റൂട്ടില്ല, അത് ട്രേഡ് നെയിമാണ്, മൈദയാണ്. കല്യാണത്തിനും അടിയന്തരത്തിനും പോയി തിന്നുന്ന ബിരിയാണിയും നെയ്ച്ചോറും ബസുമതിയല്ല, മൈദ കൊണ്ടുണ്ടാക്കിയ കൃത്രിമ അരിയാണ് അച്ഛനാഥ്. വില കുറഞ്ഞ് 120 രൂപയ്ക്കും മറ്റും ഒരേ വലിപ്പത്തിൽ കൃത്യമായി വാങ്ങുന്ന കശുവണ്ടി പരിപ്പ്, അണ്ടി ഫാക്ടറിയിൽ വേസ്റ്റായി വരുന്ന പൊടിഞ്ഞുപോയ കശുവണ്ടി പൊടികളും കശുവണ്ടി നെയ്യും മൈദയും ചേർത്തരച്ച് അച്ചിലുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങരുത്. ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഇതിലൊക്കെ ഒരു കഷ്ണം മതിയാവും. സംഗതി ഗതികേടാണ്. ഇന്റർനെറ്റിലും അവിടെ ഇവിടെയും കാണുന്ന ഒരുപാട് സാധനങ്ങൾ മരുന്നുകളാണെന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. അതൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ചോദിച്ചിട്ടേ കഴിക്കാവൂ. ആ പഴം, ഈ പഴം, അതിന്റെ സിറപ്പ്, ഇതിന്റെ സിറപ്പ്, ആ കാപ്സ്യൂൾ, ഇതൊരു തരം മണി ചെയിനാണ്. മനസ്സിലായോ എന്നറിയില്ല. അതിലൊക്കെ പെട്ടിട്ട് ഇവിടുത്തെ മരുന്നും കൂടെ കഴിക്കരുത്. പേപ്പട്ടി കടിക്കാതിരിക്കാൻ മരുന്ന് കഴിച്ചും ആനപ്പുറത്ത് കയറുന്ന പോലെ എന്തിനാ ഇതെല്ലാം കൂടെ? അതുകൊണ്ട് അത് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ച് മാറട്ടെ. മാറിയില്ലെന്ന് അറിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ മതി. മനസ്സിലാവുമോ എന്നറിയില്ല. ഓടിയൊന്ന് ചോദിക്കണ്ട, ഞാൻ അത് കഴിച്ചോട്ടെ. കഴിക്കാനുള്ള തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. പക്ഷെ ഇതിന്റെ കൂടെ സ്വാതന്ത്ര്യം ഇല്ല. ഇത് ഞങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. മുളപ്പിച്ച വിത്തുകളൊന്നും കഴിക്കരുത് രോഗകാലത്ത്. മുളപ്പിച്ച വിത്തുകൾ വൈറ്റമിൻ ഇ ഉണ്ടാക്കി കൂട്ടുകയും വികാരങ്ങളെ കൂട്ടുകയും, നിങ്ങളുടെ വീട്ടിലൊക്കെ പശുവിന് ചന പിടിക്കുന്നില്ലെങ്കിൽ മുളപ്പിച്ച വിത്താ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. മനസ്സിലായില്ല? അത് നിങ്ങൾ ധാരാളമായിട്ട് അങ്ങ് അടിച്ചു കയറ്റിയാൽ വൈറ്റമിൻ ഇ കൂടി വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യം പോവും. അതുകൊണ്ട് അതും പറ്റൂല. വഴിനടപ്പ് വരുത്. വ്യായാമം വേറെയാണ്. വീട്ടിൽ വേണ്ടത്ര നടക്കുന്നുണ്ട്. ഇത് മരുന്ന് കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കാറിലൊരു 50 കിലോമീറ്റർ അകലെ പോയി ഇറങ്ങി ബർമുഡയിട്ട് വഴി കൂടെ നടക്കരുത്. മനസ്സിലായോ എന്നറിയില്ല. കൈയൊക്കെ വീശി വഴി കൂടെ നടക്കുക, അത് വഴി നടപ്പാ, അത് വേറെ രോഗമാണ്. ഇതൊക്കെ അനുകരിച്ചങ്ങ് ഉണ്ടാക്കിയതാണ്. ബ്രോയിലർ ചിക്കൻ തുടരുത്. ഒന്നാമത് ബ്രോയിലർ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അതിനെ വെട്ടുമ്പോൾ അതിന്റെ എല്ലൊന്ന് പൊട്ടിച്ചു നോക്കുക. അതിലൊക്കെ നല്ല പുഴുക്കളുണ്ടാവും ധാരാളമായി. ഒരുപാട് അപകടകാരിയാണ്. രണ്ടാമതായി, കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളിൽ മൈറ്റോസിസ് കൃത്രിമമാക്കിയാണ് അതിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 27 ദിവസം കൊണ്ട് വളർച്ച പ്രാപിക്കുന്നത്. കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകൾ ആണിന്റെയും പെണ്ണിന്റെയും FSH മാറ്റിമറിക്കും. കഴിക്കുമ്പോൾ ആൺകുട്ടികളുടെ ശബ്ദം സ്ത്രീകളുടേതാവും.
മീശ മുളയ്ക്കാതാവും, ലിംഗങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, പുറത്തേക്ക് ഇറങ്ങാൻ ലജ്ജ വരും. അതുകൊണ്ട് പല വീടുകളിലും ഇന്ന് ആൺകുട്ടികളോട് കടയിൽ പോകാൻ പറഞ്ഞാൽ ഇച്ചു വയ്യാന്നാ പറയുക. പെൺകുട്ടി ചാടി ഇറങ്ങിപ്പോവും. എന്താ ചിരിക്കുന്ന? ഞാൻ നുണ പറഞ്ഞു? നുണ പറഞ്ഞു? പെൺകുട്ടികൾക്ക് മീശ മുളയ്ക്കും, താടി രോമങ്ങൾ വളരും, പരസ്പരം എടാന്ന് വിളിക്കും, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരും. മരുന്നുകൊണ്ടൊന്നും മാറില്ല. ഇത് ഹോർമോണിന്റെ ഇംബാലൻസാണ്. കോഴി തിന്നുന്ന എല്ലാ പെൺപിള്ളേരെയും നോക്കിക്കൊള്ളുക. ഇതൊന്നും അല്ല അപകടം, ഇതിലൊക്കെ വലിയ അപകടമാണ്. കോടതി അങ്ങോട്ട് വലിഞ്ഞെത്തി തുടങ്ങി, പറഞ്ഞ് അവിടം വരെയൊക്കെ ആയി. 1960കളിൽ കേരളത്തിലെ സ്ത്രീകൾ പ്രായപൂർത്തി കാണിച്ചിരുന്നത് 18, 19, 20 വയസ്സിലാണ്. അന്നത് ആഘോഷമാണ്. 1980ൽ അത് 14 വയസ്സായി. ഗൈനക്കോളജിസ്റ്റ് ചിന്തിച്ചില്ല, IMA ചിന്തിച്ചില്ല, അച്ഛനമ്മമാർ ചിന്തിച്ചില്ല. 90ൽ 12, 13 വയസ്സായി. 2000 ആണ്ടിൽ 11, 12 വയസ്സായി. 2010 ഡെക്കേഡിൽ 6 മുതൽ 10 വയസ്സ് വരെ. നാപ്കിൻ ഉപയോഗിക്കാൻ തിരിച്ചറിയുന്നതിന് മുമ്പ് പെൺകുട്ടികൾ പ്രായപൂർത്തിയായി. അച്ഛൻ്റെ കൂടെ ഇടപെടുമ്പോൾ, അച്ഛൻ്റെ അനിയൻ്റെ കൂടെ ഇടപെടുമ്പോൾ, വീട്ടിൽ വരുന്ന ആക്ടിവിസ്റ്റുകളോട് ചിരിച്ചും കളിച്ചും ഇടപെടുമ്പോൾ, സഹവാസ ക്യാമ്പുകളിൽ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ വികാരം മുറ്റിനിൽക്കുന്ന ഈ വിവരം വരാത്ത കുട്ടികൾ പലതിനും വിധേയരാവും. പത്രങ്ങൾ പീഡനമെന്നെഴുതും. പരസ്പരം ബോധമില്ലാതെ ചെയ്യുന്നതാണ്, പ്രായപൂർത്തി ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഒരു പെൺകുട്ടിക്ക് 13, 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞപ്പോൾ മുസ്ലിം നിയമപ്രകാരം മെൻസസ് ആയാൽ പ്രായപൂർത്തിയായെന്നും വിവാഹം കഴിക്കാമെന്നും വെർഡിക്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർ അവസര സമത്വം വച്ച് അതിന് അപ്ലൈ ചെയ്യും എന്ന് തന്നെയല്ല. 18 വയസ്സ് വരെ അയാളോടൊപ്പം ജീവിച്ചിട്ട് 18 വയസ്സിൽ തിരിച്ചറിയോ ആകുമ്പോൾ വേണമെന്നോ വേണ്ടെന്നോ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വെർഡിക്റ്റിൽ വ്യക്തമായി എഴുതി കഴിഞ്ഞു. ഇന്ത്യ വളരെ വലിയ ദുരന്ത ദുശങ്കയിലേക്കാണ് നിയമനിർമ്മാണ രംഗങ്ങളും നിയമസ്ഥാപന രംഗങ്ങളും വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം കലുഷിതമാണ്. അതുകൊണ്ട് ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ഹോർമോൺ ട്രീറ്റഡ് ആയവ, വിത്തില്ലാത്ത മുന്തിരിങ്ങയും ആപ്പിളും ഒന്നും കൊടുക്കരുത്. പഴയ കാലത്ത് പേട്ടുതേങ്ങ തിന്നാൻ സമ്മതിക്കൂല, ഇരട്ടപ്പഴം തിന്നാൻ സമ്മതിക്കൂല. അവർക്കൊക്കെ വിവരമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയ ഗവേഷണവും ചെയ്ത് കുരുവില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത ആപ്പിള്, കുരുവില്ലാത്ത തണ്ണിമത്തൻ വേണ്ടത്ര തീറ്റി പ്രായപൂർത്തി എത്തിയപ്പോൾ ഇവൻ കുരുവില്ലയായി. അവസാനം കല്യാണവും കഴിഞ്ഞ് ചുമന്നുകൊണ്ട് കിടക്കുക. ആസോസ്പേമിയ, ഒളിഗോസ്പേമിയ, ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി, സകല പൊതിയും കഴിഞ്ഞിട്ട് സിദ്ധൻ, അതും കഴിഞ്ഞ് സിദ്ധന്റെ കൂടെ വൈഫിനെ നിർത്തണം. ഇതുകൊണ്ട് ഒന്നും ശരിയാകാതെ വരുമ്പോൾ ഇറ്റ്സി IUI സകല പണിയും കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഗതികേടിലാണ് നിങ്ങളുടെ ആരോഗ്യരംഗം. അതിനാദ്യം മര്യാദയുള്ള ജീവിതം പഠിക്കണം. അതിന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോരാ, അതിന് നല്ല തള്ളയ്ക്ക് പറയണം. ആലോചിച്ചിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കാവൂ. അല്ല, വെറുതെ ഉള്ള മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് പോകരുത്. നല്ല പോലെ കൃതജ്ഞത വേണം രോഗം മാറണമെങ്കിൽ. അച്ഛന് വളർത്തിയ തന്തയ്ക്ക് 10-1 കൊടുക്കണം. കൊടുക്കാത്തവൻ മരുന്ന് വാങ്ങിക്കരുത്. ആ അനുഗ്രഹമാണ് രോഗം മാറുന്നത്. തള്ളയ്ക്ക് കൊടുക്കരുത്, കൊടുക്കാൻ യോഗ്യതയില്ല. തന്തയുടെ 1000 മടങ്ങ തള്ളയുടെ നില. ഒരു നട നിങ്ങളെ ഉദരത്തിലിട്ട് കയറിയതിന് ഒരു ജന്മം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ കാൽക്കൽ വെച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തള്ളയ്ക്ക് കൊടുക്കണ്ട, കൊടുത്ത് ചെറുതാകണ്ട. തള്ളയ്ക്ക് മുകളിൽ ആരുമില്ല. തന്ത ശപിച്ചാലും തള്ള ചിരിച്ചാൽ മാറും. പെറ്റ തള്ളയെ മറന്ന് ഏതെല്ലാം തള്ളമാരെ ചുമന്നാലും നിങ്ങൾ ഗുണം പിടിക്കില്ല. പെറ്റ തള്ളയ്ക്ക് കൊടുത്ത് ചെറുതാകണ്ട. തള്ള എടുത്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു.
ആലോചിച്ചിട്ടൊക്കെ നിന്നാൽ മതി. മരുന്ന് ഇതുവരെ തന്ന പല ശാഖകളിലുള്ള ഭിഷഗ്വരന്മാരെ കുറ്റമൊന്നും പറയേണ്ട എൻ്റെ അടുക്ക വന്നു. അവരുടെ മരുന്നൊക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് കിടപ്പുണ്ട്, നന്ദിപൂർവ്വം സ്മരിക്കുക. അതും കൂടെ ഫലം ഉണ്ടാക്കാനാണ് ഞാൻ പണിയെടുക്കുന്നത്. ഇതുവരെ കഴിച്ച ആഹാരം ആരുടെയൊക്കെ കൈകൊണ്ടാണോ അവരോടൊക്കെ നന്ദി ഉണ്ടാവുക. കൃഷി ചെയ്യുന്നവനെയും അന്നം വിളമ്പുന്നവളെയും ഒക്കെ ബഹുമാനത്തോടെ ഓർക്കുക. അന്നം നിന്ദിക്കാതിരിക്കുക. വിശന്ന് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അന്നം കഴിക്കാൻ വിളിച്ചാലും വേണ്ടാന്ന പദം ഉപയോഗിക്കരുത്. മതി, പിന്നെ കഴിക്കാം. അന്നം കൃത്യസമയത്ത് കഴിക്കുക. അന്നം ഉപേക്ഷിക്കാതിരിക്കുക. 3 മണിക്കൂറിനിടയിൽ 2 അന്നം കഴിക്കാതിരിക്കുക. 6 മണിക്കൂറിൽ കൂടുതൽ പട്ടിണി ഇരിക്കാതിരിക്കുക. ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ അന്നം ഉപേക്ഷിച്ചിട്ട് ഉപവസിക്കാതിരിക്കുക. ആരോടെങ്കിലും ദേഷ്യം വന്നാൽ അത് തീർക്കേണ്ട വേറെ വിധത്തിലാണ്. അത് അന്നത്തോട് കാണിക്കരുത്. നിലനിർത്തുന്ന അന്നത്തോട് കാണിച്ചാൽ പണ്ട് നിങ്ങളുടെ രാഷ്ട്രപിതാവ് പോയ പോലെ ഒരു വെടിയുണ്ടേലോ അല്ലെ മറ്റു വല്ലത്തിലോ ഒക്കെ പോകും. കാരണം അന്നമല്ല ആരുടെയും ശത്രു. അന്നത്തോട് കളിക്കരുത്. അന്നം ന നിന്ദ്യാത് തദ്വ്രതം അന്നം ന പരിചക്ഷ്യേത അന്നം ബഹുകുർവീത. ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടേ ഇവിടുന്ന് മരുന്ന് വാങ്ങാവൂ. എഴുതി തരുന്ന മരുന്നുകൾ നിങ്ങളെ കാണുമ്പോഴേ ഞാൻ എഴുതും. അത് നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പെട്ടെന്ന് എഴുതും. നിങ്ങൾ ഇതുവരെ അരമണിക്കൂർ 1 മണിക്കൂറും ഒക്കെ പറഞ്ഞ് ഡോക്ടർമാരെ പറ്റിച്ച് എഴുതിയത് ഫലിക്കാത്തതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നത് കേട്ട് ഇനി എഴുതി തരുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന എഴുതി തരിക. ഞാൻ ആവശ്യമുള്ളത് ചോദിക്കും. അങ്ങനെ പതിവ്. പുതുതായി വന്നവർക്ക് വിഷമം ഉണ്ടാവും. എഴുതി തരുന്ന മരുന്നിൽ പറിച്ചെടുക്കുന്ന ഉത്തമം. തിരുതാളി, മുക്കുറ്റി, മുത്തിള്, കൊടവൻ, പെരിങ്ങലത്തിൻ്റെ വേരൊക്കെയാണ് ഏറ്റവും നല്ല മരുന്ന്. കമ്പനി മരുന്നല്ല. അവ തൊട്ടുരിയാടാതെ പറിച്ച് അരച്ച് കഴിക്കണം. കഴിച്ചാൽ പെട്ടെന്ന് മാറും. അവ മാത്രം മതി രോഗം മാറാൻ. ഒരു 10-100 കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട്. പലരും എഴുതിയതാണ്. സാരാംശം ഇത്രയുമാണ്. എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നല്ല കുറവുണ്ട് എൻ്റെ രോഗത്തിന്. ഞാൻ പല വർഷങ്ങളായി സ്വാമി എടുക്കുന്ന മരുന്ന് മേടിക്കുന്നതാണ്. എറണാകുളത്തെ 2 കടകൾ സ്വാമികളുടേതാണെന്ന് പറഞ്ഞ് മരുന്ന് തരുന്നുണ്ട്. 2ലുള്ള മരുന്നുകൾ പലപ്പോഴും വ്യത്യസ്തങ്ങളാണ്. ചിലപ്പോൾ കഴിക്കുമ്പോൾ രോഗം വല്ലാതെ കൂടുന്നതാണ്. മാറിയ രോഗം രണ്ടാമത് വന്ന ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഏതോ അലോപ്പതി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു, മുമ്പ് കഴിച്ച മരുന്നായിരിക്കുമല്ലോ താൻ ആദ്യം മേടിച്ച കടയിൽ പോയി മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളായി ഇതിൽ എഴുതിയിരിക്കും. ഇതെനിക്ക് പരിഹരിക്കാനാവില്ല. നിങ്ങൾ സ്വയം പരിഹരിക്കേണ്ട. കോപിച്ചും വഴക്കുണ്ടാക്കിയല്ല. അത് രോഗികൾക്ക് ചേർന്നതല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് കഷായം വെച്ച് കഴിക്കാൻ ഞാൻ എഴുതിത്തരാം. എനിക്കത് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ ഒന്നും ലാഭനഷ്ടങ്ങളിൽപ്പെട്ടയാളല്ല. നിങ്ങളുടെ നന്മയ്ക്കും ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, ഇവിടെ ഇരുന്ന് ഈ പരിപാടി ചെയ്യണമെങ്കിൽ ഇത്ര നേരം ഈ സ്ഥലം ഉപയോഗിക്കണം മഴ നനയാതെ. ആം ഐ റൈറ്റ്? അതുകൊണ്ട് ഇവിടെ വരുന്നത് ഇതെൻ്റെ ആശ്രമമാണ്. അതിൽ നിങ്ങൾ എത്ര ഇട്ടാലും എനിക്ക് സന്തോഷമാണ്, തൃപ്തികരമായിട്ടുള്ളതാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോവില്ല, ഉറപ്പിച്ച് പറയാം. എനിക്ക് യാത്രയ്ക്കോ ഭക്ഷണത്തിനോ എൻ്റെ ജീവിതത്തിനോ ഞാൻ സമ്പാദിക്കാറില്ല. പൈസയുടെ ആവശ്യവും എനിക്കില്ല. എൻ്റെ അച്ഛനും അപ്പൂപ്പനുമൊക്കെ നല്ല മനസ്സിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പണമല്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഭിക്ഷ കിട്ടും. ഞാൻ ഭിക്ഷക്കാരനാണ്. 1 സെന്റ് ഭൂമിയും സ്വന്തമായി ഉണ്ടാക്കാൻ ഓടിയിട്ടില്ല. ഒരു തനിത്തെണ്ടിയെ കാണാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതുവരെ അത് പറയണമെന്ന് വിചാരിച്ചില്ല. ഇന്ന് പറയാതെ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ. ഞാൻ പോകുന്നതൊക്കെ എൻ്റെ സ്ഥലമാണ്, ഞാൻ ഇരിക്കുന്നതൊക്കെ എൻ്റെ സ്ഥലമാണെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. നിങ്ങൾ എൻ്റെ ആളുകളാണെന്ന് വിചാരിച്ച് തന്നെയാണ് നിങ്ങളോടും പെരുമാറുന്നത്. അതല്ലാന്ന് തോന്നിയാൽ നിങ്ങളെ ശകാരിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും, വിളിക്കണം തോന്നിയാൽ ചീത്തയാണ് വിളിക്കുക. ഒരു മയവും വെക്കാറില്ല. എന്നെ പരിചയമുള്ളവർക്കറിയാം. ആം ഐ റൈറ്റ്? അതീവ സ്വാതന്ത്ര്യത്തോടെ ഞാൻ മനുഷ്യനോട് ഇടപെടുന്നു.
കാരണം എനിക്കെൻ്റെ പൂർവ്വ ജന്മങ്ങളിൽ പരിചയമുള്ള മനുഷ്യനാണ് എന്നെ കാണാൻ വരുന്നത്. അതിന് പേരും നാളും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കാറില്ല, പരിചയപ്പെടാറില്ല. നിങ്ങൾ പലരുടെയും പേരറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയാൽ ഞാൻ അതീവ സ്വാതന്ത്ര്യത്തോടെയാണ് വഴക്ക് പറയുന്നത്, അതീവ സ്വാതന്ത്ര്യത്തോടെയാണ് തമാശ പറയുന്നത്. അതൊക്കെ എൻ്റെ രീതി. പൊരുത്തപ്പെടാമെങ്കിലേ എന്നോട് പൊരുത്തപ്പെടാവും. മരുന്ന് തരുന്ന കമ്പനികൾ കാശ് വാങ്ങിക്കുന്നതിലും വ്യത്യാസമുണ്ടെന്നാണ്. പെരിങ്ങലത്തിൻ്റെ വേര് പൊടിച്ചു തരുന്നതിന് ആയിരക്കണക്കിന് രൂപയുടെ വ്യതിയാനമുണ്ട് പല സ്ഥലങ്ങളും തമ്മിലെന്നാണ്. എന്തിനാ ഇതൊക്കെ മേടിക്കാൻ നിങ്ങൾ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ തന്നെ പറിക്കുക, ആ ചെടി പഠിക്കുക, മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. സ്ക്വാമസ് സെൽ കാർസിനോമ, അതായത് സെർവിക്സിലും മറ്റും വരുന്ന ക്യാൻസർ, ഈസോഫേഗസിലും മറ്റും വരുന്ന ക്യാൻസർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ക്യാൻസർ പൂർണ്ണമായി മാറാൻ അതിൻ്റെ ഒരു വേര് മതി. അത് പറിച്ച് ആരെങ്കിലും ഉരുട്ടി തന്നാലേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ പറയുന്ന പൈസ കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ, അവരെയും നിങ്ങളെയും പിണക്കാതെ. ശരിയല്ലേ? പറിക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരവർക്ക് അറിയുന്നത്. എന്തെല്ലാം ജോലി തിരക്കിനിടയിലാണ് പറിച്ചുകൊണ്ടെന്ന് നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കാൽച്ചോട്ടി കാണും ഒരു പെരിങ്ങലം, അതങ്ങ് പറിച്ച് നിങ്ങൾ കഴിച്ചാൽ ഈ കാശ് കൊടുക്കണ്ടല്ലോ. നിലം വരണ്ട നിങ്ങൾ പറിച്ചാൽ മതി. അറിയാൻ മേലാത്തവർ വന്നാൽ ഞാനത് കാണിച്ചു തരാം. അതുകൊണ്ട് കൂടുതലുള്ളിടത്തുനിന്ന് വാങ്ങരുത്. കുറച്ച് കിട്ടുന്നിടത്ത്, ഉത്തമമായത് കിട്ടുന്നിടത്ത്. കുറച്ചാൽ മാത്രം പോരാ, ഒറിജിനൽ ആയിരിക്കണം. മനസ്സിലായോന്നറിയില്ല. പണം കൂടിയത് കൊണ്ട് ഒറിജിനലാവുമെന്ന് എനിക്ക് പറയാനാവില്ല. പണം കുറഞ്ഞാൽ മോശമാകുമെന്നും പറയാനാവില്ല. പിന്നെ നിങ്ങൾ ദയവായി എവിടെയെങ്കിലും കുറച്ച് കിട്ടുന്നിടത്ത് എന്ന് ഇന്നടത്ത് വില കൂടുതലാണെന്ന് പറയരുത്. അവരും കൂട്ടും കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. പിറ്റേ ദിവസം കൂട്ടും. അത്രയ്ക്കായോ എന്നാൽ പിന്നെ നമ്മളും കൂട്ടിയേക്കാം. കുറയ്ക്കുകയൊന്നുമില്ല ആരും. കാരണം നിങ്ങളുടെ മനസ്സ് തന്നെ അവർക്കുള്ളത്. ഈ ലോകം 10 രൂപ ഉണ്ടാക്കാനാണ് ഓടുന്നത്. അത് വലിയ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനി കത്ത് എഴുതണ്ടെന്നുള്ളതുകൊണ്ടാണ് ഈ കത്ത് ഞാൻ അതിൻ്റെ സാരാംശം നിങ്ങളോട് പറഞ്ഞത്. മറ്റൊന്നും പറഞ്ഞു ചെല്ലുമ്പോൾ നെഗറ്റീവാണ് പലപ്പോഴും പറയുന്നത്. രോഗം മാറുമെന്ന് സ്വാമി പറഞ്ഞ് മരുന്ന് തരും. സ്വാമി പറഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇതൊക്കെ മാറുകയൊന്നുമില്ല കേട്ടോ, വേറെ വഴിയും കൂടെ നോക്കിക്കോണമെന്ന് മരുന്നെടുത്ത് തന്നുകൊണ്ട് പറയും. അങ്ങനെയും ഇതിലെഴുതിയിട്ടുണ്ട്. പിന്നീട് അവിടെ പോകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. നെഗറ്റീവായി കേട്ടാൽ രോഗം കൂടും. ഞാനാണെങ്കിലും നിങ്ങളോട് നെഗറ്റീവായി പറയാൻ തുടങ്ങിയാൽ എന്നെ കാണരുത്. പോസിറ്റീവായ ചിന്തയ്ക്കുള്ളിലാണ് ആരോഗ്യം. അതിനി എൻ്റെ അച്ഛൻ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും നിങ്ങളവിടെ പോകരുത്. മതിയാവുമെന്ന് തോന്നുന്നു. ക്ലിയറാണെന്ന് തോന്നുന്നു എൻ്റെ വിഷൻ. ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാത്തിരുന്നു. ഇതൊരു 10-40 കത്തായി. അപ്പോൾ ഇനിയും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ആ കത്തെഴുതിയ ആളുകൾ വിചാരിക്കും ഇയാൾ കല്ലാണോ. അതുകൊണ്ട് പറഞ്ഞെന്നാണ്. ക്ലിയറായി. മരുന്നുകൾ തിരിച്ചെടുക്കുകയില്ലെന്നറിഞ്ഞ് കുറച്ചേ മേടിച്ചുകൊണ്ട് പോകാവും. അത് കടക്കാരുടെ മാത്രം കുറ്റമല്ല, പുതിയ ഫുഡ് ആൻഡ് സേഫ്റ്റി റൂളാണ്, ആക്റ്റാണ്. അതുകൊണ്ട് രോഗി മരുന്ന് മേടിച്ചു, 1 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തേക്ക് രോഗി മരിച്ചു എന്നറിഞ്ഞു, തിരിച്ചുകൊണ്ട് എടുക്കുകയില്ല. കൊടുക്കാൻ പാടില്ലെന്നാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ. എല്ലാ മരുന്ന് കടയ്ക്കും, എല്ലാ കടയ്ക്കും, പെട്ടിക്കടയ്ക്ക് വരെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി കടക്കാർ നിർബന്ധിച്ചാലും കൂടുതൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകരുത്. 2-3 പ്രാവശ്യം ചെന്നാലും അല്പം മരുന്ന് മേടിക്കുക. ഗുണകരമാണെന്ന് കണ്ടാൽ മാത്രം പിന്നെ മേടിക്കുക. വരണ്ടേ തരുതരെ 6 മാസത്തേക്ക് തന്നേരും. അവർ കെട്ടിപ്പൊതിഞ്ഞ് തരും. പിന്നെ കൊണ്ടിയെല്ലാം മേടിക്കുകയില്ല. പിന്നെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ കൊണ്ടുവന്ന ആ സാധനം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ടാണ്. ക്ലിയർ? അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അവനവൻ്റെ എളുപ്പം മാത്രം നോക്കരുത്. നിങ്ങൾ മാന്യമായി പെരുമാറുന്ന ഒരേ ഒരു സ്ഥലം പൊതുമേഖലാ ചാരായ ഷാപ്പുകൾ മാത്രമാണ്. അതാകരുത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വേണമെന്ന് ആലോചിക്കുക. ഈ പഴഞ്ചൻ ഏർപ്പാട് നമുക്ക് പറ്റിയതാണോ എന്ന് ആലോചിക്കുക. നിങ്ങളൊന്ന് വണ്ടിയുടെ വില
നിങ്ങളിട്ടിരിക്കുന്ന കളസം, നിങ്ങളുടെ കയ്യിലും കാലിലുമുള്ള ചെയിൻ, ഇതിൻ്റെയൊക്കെ വാല്യൂവിന് ചേരുമോ, ഞാനുമായുള്ള ഈ ചങ്ങാത്തം ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. നിത്യവും കഴിക്കാവുന്ന ഭക്ഷണം ഓർത്തിരിക്കണം. പഴനെല്ലിൻ്റെ അരി, ഗോതമ്പ്, റവ, പഴയ കുമ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, ബീൻസ്, ചീര, കാരറ്റ്, ബീട്രൂട്ട്, മൂത്ത മുള്ളങ്കി, ചെറുപയർ, ഇത്രയും പതിവായി കഴിക്കാം. ആടിൻ്റെ മാംസം, കോലാടിൻ്റെ മാംസവും രോഹിണി എന്ന മത്സ്യവും ബ്രാലാണെന്ന് തോന്നുന്നു, മാംസബുക്കുകൾക്ക് കഴിക്കാം. എനിക്കതേക്കുറിച്ചുള്ള അറിവ് കുറവാണ്, പുസ്തകത്തിൽ കണ്ടിട്ടുള്ളതേ പറയാൻ അറിയൂ. മാംസബുക്കുകളായവർ ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് വെജിറ്റേറിയൻ ഒന്നും ആകരുത് ആരെങ്കിലും പറയുന്നത് കേട്ട്. ശീലം കളഞ്ഞാൽ രോഗം കൂടും. ഇംഗ്ലീഷ് മരുന്നുകൾ വിഡ്രോവലുള്ളവ കഴിക്കുന്നവർ പെട്ടെന്ന് നിർത്തരുത്, ടാപ്പർ ചെയ്തേ നിർത്താവൂ. പെട്ടെന്ന് നിർത്തിയാൽ കുളമാവും, പ്രത്യേകം ഓർത്തോണം. അതുപോലെ തന്നെ ഉഴുന്ന്, ചേമ്പ്, കാച്ചിൽ, ചേന ഇവയൊക്കെ സീസണലായി മാത്രം കഴിക്കാവുന്നതാണ്, നിത്യം കഴിക്കരുത്. വല്ലപ്പോഴും കഴിക്കാവുന്നതാണ് ഉഴുന്ന്. ഉഴുന്ന് നിത്യപലഹാരമാക്കരുത്. ഇതൊക്കെ പാലിക്കാവുമെങ്കിലേ ആകാവൂ. പുന്നലിൻ്റെ അരി കഴിച്ചാൽ ബീറ്റാകോശങ്ങളെ ബാധിക്കും, പ്രമേഹമുണ്ടാവും, അനുബന്ധ രോഗങ്ങളും. അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞത്. ഇതെല്ലാം പാലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് ജീവിക്കുമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോവുക. എത്ര പേരെ ചികിത്സിച്ചു, എത്ര പേർ വന്നു എന്നതല്ല, ചികിത്സിച്ച ആളുകളുടെ രോഗം മാറി എന്നുള്ളതാണ് വിജയം. അതുണ്ടാകണമെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ അനുസരണയുള്ള നല്ലൊരു ബന്ധവും സ്നേഹവും അനിവാര്യമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് തയ്യാറുണ്ടോയെന്ന് സ്വയം ചോദിച്ച് വെറുതെ വേഷം കെട്ടാൻ വരരുത്. ഒരുപാട് സ്ഥലത്ത് പോയി ഇനി ഇതും കഴിച്ചു എന്നങ്ങ് വരുത്തിയേക്കാം, കുറേ മരുന്ന് മേടിച്ച് കൊണ്ടുവെക്കാം, അതിനായിട്ട് വരരുത്. ഇത്രയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോകുക.